എന്നോട് ബിലാല് മിണ്ടുന്നില്ല നബിയേ, ബിലാൽ എന്നോട് മിണ്ടുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, അബൂദർറേ, ബിലാലും നിങ്ങളും തമ്മിൽ മിണ്ടാതെയായതെന്തുകൊണ്ടാണ്? യാ റസൂലല്ലാഹ്, വർത്തമാനങ്ങളുടെ ഇടയിൽ അറിയാതെ അബൂദറിന്റെ പരിധി വിട്ടുപോയി നബിയെ. ബിലാലിന്റെ മുഖത്ത് നോക്കി കറുത്തവളുടെ മകനെ എന്ന് വിളിച്ചുപോയി നബിയെ. കറുത്തവളുടെ മകനെ എന്ന് മഹാനരായ ബിലാലിന്റെ മുഖത്ത് നോക്കി ഞാൻ അറിയാതെ വിളിച്ചുപോയി നബിയെ. അബൂദർ അൽ ഗിഫാരി വലിയ സ്വഹാബിയാണ്. ബഹുമാനപ്പെട്ട അബൂദർ അൽ ഗിഫാരി തങ്ങൾ നബി തങ്ങളോട് പറയുകയാണ്, അറിയാതെ പറ്റിപ്പോയി നബിയെ. അതിനുശേഷം ബിലാൽ എന്നോട് മിണ്ടുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തീരുമാനം വരുന്നു. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസല്ലേ, ഓ അബൂദർറേ, ജാഹിലിയത്തിന്റെ അംശം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ അബൂദർറേ? ജാഹിലിയത്തിലല്ലേ ഈ പരസ്പരമുള്ള പരിഹാസങ്ങളും ഉമ്മയെ ഉപ്പയെ ഗോത്രങ്ങളെ വർഗങ്ങളെ വർണ്ണങ്ങളെ വേർതിരിച്ചുകൊണ്ടുള്ള ഈ കളിയാക്കലുകൾ ഉണ്ടായിരുന്നത്? ജാഹിലിയത്തിലല്ലയോ അബൂദർറേ? ആ സ്വഭാവം നിങ്ങളുടെ ഉള്ളിൽ ബാക്കിയാണോ? മാപ്പ് ചോദിക്കൂ അബൂദർറേ, ബിലാലിനോട് മാപ്പ് പറയൂ അബൂദർ അൽ ഗിഫാരി. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കറുത്തവളുടെ മകനെ, കറുത്തവന്റെ മകനെ എന്ന് വിളിച്ച പ്രമേയം ആലോചിച്ചു നോക്കൂ. മഹാനരായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വാക്കിന്റെ ഗൗരവം. ആളുകളുടെ കുറവുകൾ പറഞ്ഞ്, ഗോത്രം പറഞ്ഞ്, വർഗം പറഞ്ഞ്, വർണ്ണം പറഞ്ഞ്, കുടുംബം പറഞ്ഞ്, പാരമ്പര്യം പറഞ്ഞൊക്കെ പരിഹസിക്കുന്ന ഈ ശൈലി ജഹാലത്തിന്റെ ജാഹിലിയത്തിന്റെ ബാക്കിയല്ലേ? അത് നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴുണ്ടോ അബൂദർറേ? പോയി മാപ്പ് പറയൂ. ബഹുമാനപ്പെട്ട അബൂദർ അൽ ഗിഫാരി എന്ന സ്വഹാബി ബിലാലിനെ തേടി നടക്കുകയാണ്. വഴിയിലൂടെ നടന്നു പോകുന്ന ബിലാലിനെ കാണുന്നു. ബിലാൽ, ബിലാൽ, നിങ്ങളുടെ കാലെടുത്ത് അബൂദറിന്റെ മുഖത്തൊന്ന് ചവിട്ടുമോ ബിലാൽ? ബിലാലേ, നിങ്ങളെ ഞാൻ അറിയാതെ പരിഹസിച്ചു പോയതല്ലേ ബിലാൽ? നിങ്ങളുടെ കാലുകൊണ്ട് അബൂദറിന്റെ മുഖത്തൊന്ന് ചവിട്ടുമോ ബിലാലേ? സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്തിന്? നിങ്ങളെ പരിഹസിച്ചു പോയിട്ടുണ്ട്, ഞാനത് പൊരുത്തപ്പെട്ടു തന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ വലിയൊരു പാഠം പഠിപ്പിച്ചു തരാൻ. അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു സയ്യിദുനാ ബിലാലിനോട് മാപ്പ് ചോദിക്കാണ്. നിങ്ങൾ എന്റെ സഹോദരനല്ലേ, ഞാൻ എന്തിനാണ് പിന്നെ നിങ്ങളോട് നിങ്ങളുടെ മുഖത്ത് ചവിട്ടുന്നത്? കേട്ടപ്പോ എനിക്ക് വിഷമം തോന്നി, പക്ഷേ ഞാനിതാ അത് പൊരുത്തപ്പെട്ടിരിക്കുന്നു.